കണ്ണൂരും കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഈ വികസനത്തിന്റെയൊക്കെ അടിസ്ഥാനം ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് വികസന സാധ്യതകൾ ശക്തിപ്പെട്ടു വരിക. ഇവിടെ നമ്മുടെ അനുഭവം എടുത്ത് നോക്കിയാൽ UDF വികസന വിരോധികളാണ്. വികസന വിരോധികളാണ് UDF എന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തുകൊണ്ടായിരുന്നു UDFനെതിരെ EP തുറന്നടിച്ചത്. നശീകരണ ചിന്ത കൊണ്ട് കണ്ണൂരിന്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് നിലവിലെ MP ആയ K സുധാകരൻ ചെയ്യുന്നത്. കണ്ണൂരിന്റെ വികസനത്തിന് എന്തെങ്കിലും ഇടപെടൽ പാർലമെന്റിൽ K സുധാകരൻ MP ചെയ്തോ എന്ന് EP ജയരാജൻ ചോദിച്ചു. ഇങ്ങനെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷം താല്പര്യമെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ന്യായമായി കേരളത്തിൽ ലഭിക്കേണ്ട പദ്ധതി വിഹിതവും ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ള വിഹിതവും നിഷേധിക്കുമ്പോൾ അതിനെതിരായി ഒരു വാക്ക് പറയാൻ ആ വകുപ്പ് മന്ത്രിയുടെ മേലൊരു ആവശ്യം ഉന്നയിക്കാൻ പോലും ചെയ്യാതെ വികസന വിരോധികളായിട്ടുള്ളവരാണ് UDFകാർ. ഇവിടെ നമ്മുടെ നാട് ഇനിയും ഒരുപാട് വളർന്ന് വികസിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളോടൊപ്പമാണ് ഇവിടെ UDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റായ നയങ്ങളിൽ നിന്ന് അവർ പിന്തിരിയണം, വികസനത്തിനോടൊപ്പം സഞ്ചരിക്കേണ്ടത്. കണ്ണൂർ വികസിച്ചു വരണമെങ്കിൽ നവകേരള വികസനത്തിന് പിന്തുണ നൽകുന്ന സ്ഥാനാർത്ഥി ജയിച്ചു വരണം. കേരള വികസനത്തെ അട്ടിമറിക്കുന്നവർ വന്നാൽ അത് നടപ്പാക്കില്ലെന്നും EP വ്യക്തമാക്കി. കേരളം സാമ്പത്തികമായി വികസിച്ച നാടല്ല, അത് വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷവും 18 UDF MPമാർ കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഒരു പദ്ധതിക്ക് വേണ്ടിയും നിലപാടെടുത്തിട്ടില്ല. ഇവിടെ കണ്ണൂർ വികസിച്ചു വളർന്നു നവകേരള വികസനത്തിനൊപ്പം ഉയർന്നു വരുന്ന, അതിനോടൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി വിജയിച്ചു വരണം. നമ്മുടെ കേരളം സാമ്പത്തികമായി വളർന്ന് വികസിച്ചു വന്നിട്ടുള്ള ഒരു നാടല്ല. പക്ഷെ കേരളത്തെ നമുക്ക് വികസിപ്പിച്ച് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ശക്തി പ്രാപിക്കാൻ കഴിയുന്ന ധനശേഷിയുള്ള നാടാക്കി മാറ്റാൻ കഴിയും. ഇന്ന് കേരളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു. അത് നമ്മുടെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന 2 പേരൊഴികെ 18 പേരും UDFകാരാണ്, കോൺഗ്രസ്സാണ്. അവർ ഇതുവരെ ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നിലപാട് പാർലമെന്റിൽ സ്വീകരിച്ചിട്ടില്ല. ഒരു പദ്ധതികൾക്ക് വേണ്ടിയിട്ടും അവർ വാദങ്ങൾ ഉന്നയിച്ചില്ല. ദേശീയപാത വികസനത്തെ പൊളിക്കാൻ സമരം നടത്തിയവരാണ് UDF. കണ്ണൂർ വിമാനത്താവളം LDF വന്നില്ലായിരുന്നുവെങ്കിൽ യാഥാർത്ഥ്യമാകില്ലായിരുന്നു. ഏത് വികസന കാര്യമെടുത്താലും UDFന്റെ സമീപനം ഇതാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴാണ് വികസനമുണ്ടായത്. എന്നാൽ UDF അധികാരത്തിൽ വന്നാൽ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത്. അവരിവിടെ ചെയ്തത് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന്റെ ഒരു രംഗമാണ് ദേശീയപാത. ആ ദേശീയപാത തകർക്കാൻ തളിപ്പറമ്പ് കീഴാറ്റൂരിൽ സമരം നടത്തി ദേശീയ രംഗത്ത് പ്രാധാന്യമുള്ള വിഷയമാക്കി മാറ്റി ആ ദേശീയപാതയെ തകർക്കാൻ സമരം നടത്തി പൊളിക്കാൻ നടന്നവരിൽ ഇന്ന് ആ ദേശീയപാത ആവശ്യമില്ലാത്തതാണെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുന്നു? ആ ദേശീയപാത മാത്രം മതിയാകില്ല എന്നാണ് ഇന്ന് കേരളീയർ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് UDFന്റെ മനോഭാവം. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായത് പിണറായി സർക്കാർ കാലത്താണ്. ഗെയിൽ പദ്ധതി 3 വർഷത്തിനകം കമ്മീഷൻ ചെയ്യാനാവുമെന്നും LDF കൺവീനർ പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ നിർത്തിവെച്ചതല്ലേ? പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ ആ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങുമോ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക കിട്ടാതിരുന്നതിനെ കുറിച്ച് LDF ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നും EP ജയരാജൻ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷം ചെയ്തെന്ന് പറയുന്ന വികസന കാര്യത്തെക്കുറിച്ച് K സുധാകരൻ പ്രോഗ്രസ് കാർഡ് ജനസമക്ഷം പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചടങ്ങിൽ വെച്ച് PK ശ്രീമതിയും ചോദിച്ചിരുന്നു. ഈ കണ്ണൂർ ജില്ലക്കകത്ത് നടന്നിട്ടുള്ള 1000 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള
പഠനമാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ. ഇപ്പോ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി കെ സുധാകരനോട് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിലയേറിയ വോട്ടുകൾ വാങ്ങി ജനപ്രതിനിധിയായിട്ട് ഈ 5 വർഷക്കാലം ഒരു പ്രവർത്തനവും ചെയ്യാതെ പോയിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധാകരൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ അന്ന് അവതരിപ്പിച്ചതുപോലെ, LDFന് വേണ്ടി അന്ന് ഞാൻ അവതരിപ്പിച്ചതുപോലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ?